ശരിയാ, മമ്മിയെപ്പോലെ തന്നെ എനിക്കും അപ്പൂനെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അവൾ നമ്മുടെ ഈ വീട്ടിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കയറി വന്നത്. അതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അവൾ അങ്ങ് പോവുകയും ചെയ്തു. പാവം, എവിടെയാണെങ്കിലും എന്റെ കുട്ടി സന്തോഷത്തോടെ ഇരുന്നാ മതിയായിരുന്നു. കർത്താവേ, അവൾക്കൊരാപത്തും വരുത്തരുതേ. VP എന്നെ വിളിച്ചോ? വിളിച്ചു. തിരക്കില്ലെങ്കിൽ അല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. എന്താ അപ്പുവിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. മനസ്സിൽ എന്ത് കണ്ടിട്ടാ അപ്പു ഇങ്ങോട്ട് വീണ്ടും വന്നിരിക്കുന്നെന്ന്? അവളുടെ ഉദ്ദേശം എന്താന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ സത്യ പറഞ്ഞത്. നിങ്ങളുടെ മുന്നിൽ വെച്ച് അപ്പു പറഞ്ഞ കാര്യങ്ങളെ എനിക്കും അറിയൂ. അല്ലാതെ എന്നോട് മാത്രമായി അവളൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾ ഇവിടെ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതൊന്നും പറ്റില്ല. ഇനി അവൾ ഇവിടെ തുടരുന്നത് എനിക്കിഷ്ടമല്ല. അവൾ മാത്രമല്ല, താനും. ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നവരെ ഇവിടെ ഇവിടെ തനിച്ച് താമസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നു. വേണമെങ്കിൽ അമ്മയ്ക്കും മോൾക്കും താമസിക്കാൻ ഞാൻ എന്റെ ചെലവിൽ ഒരു വീട് ഏർപ്പാടാക്കി തരാം. വാടകയും വീട്ടു ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. പക്ഷെ അത് വേണ്ട VP. എന്തുകൊണ്ടാ വേണ്ടാത്തത്? ഭർത്താവിൻ്റെ കൺമുമ്പിൽ പെടാതെ ജീവിക്കാൻ മാത്രം മഹാപാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പെണ്ണായി ജനിച്ച അപ്പൂന് ആണായിട്ട് ജീവിക്കാൻ ആഗ്രഹം തോന്നിയത് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ തകരാറുണ്ടോന്നാവില്ലല്ലോ. പിന്നെ ഞാനെന്തിന് നിങ്ങളുടെ കൺവെട്ടത്ത് വരാതെ ജീവിക്കണം? ഇങ്ങനെ മുട്ടാപ്പോക്ക് പറഞ്ഞ് തർക്കിക്കാനാണെങ്കിൽ കാര്യങ്ങൾ എങ്ങും എത്താതെ പോവുകയുള്ളൂ കേട്ടോ. തർക്കിക്കാനും തല്ലൂടാനും ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ല VP ഒരു കാര്യം ചെയ്യും. അപ്പൂനോട് നേരിട്ട് പറ. അവളിതിന് സമ്മതിച്ചാ ആ നിമിഷം ഞാൻ അവളെയും കൂട്ടി വാടക വീട്ടിലോ മറ്റെവിടേക്കെങ്കിലോ മാറിക്കോളാം. പക്ഷേ അവൾ ഇവിടെ നിന്ന് വരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ നിന്ന് ഞാൻ മാത്രമായിട്ട് മാറിയിട്ട് കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒന്നുകിൽ താൻ ഡിവോഴ്സിന് സമ്മതിച്ച് ആ മ്യൂച്വൽ അഗ്രിമെന്റിൽ ഒപ്പിടുക, അല്ലെങ്കിൽ അപ്പൂനെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറുക. രണ്ടിലേതെങ്കിലും ഒന്ന് നടന്നേ പറ്റൂ. സോറി VP, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഭാര്യയുമായി ബന്ധം പിരിയുന്ന കാര്യം നടക്കില്ലെന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ VP ആദ്യം തന്നെ ഇങ്ങനെ വട്ടം തിരിയുന്ന? പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ മാറുന്ന കാര്യം അതും തൽക്കാലം പ്രാക്ടിക്കൽ അല്ല. വൈ? എന്തുകൊണ്ട് പ്രാക്ടിക്കൽ അല്ല? നീ വന്നില്ലായിരുന്നെങ്കിൽ ഗീത ഇവിടുന്ന് ഒഴിഞ്ഞു പോവായിരുന്നല്ലോ. പക്ഷെ ഞാൻ വന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിലും VP ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹത്തിൽ മാന്യനും മാതൃകാ പുരുഷനുമായ വിജയ് പണിക്കരുടെ ഭാര്യയും കുഞ്ഞും തല ചായ്ക്കാൻ ഗതിയില്ലാതെ ബന്ധുക്കളുടെ ഔദാര്യത്തിന് മുന്നിൽ കൈ നീട്ടാന്ന് വെച്ചാ അതിൽ നാണക്കേട് വിജയ് പണിക്കറിന് തന്നെയല്ലേ? ഇതൊക്കെ നാലാൾ അറിഞ്ഞ അതുകൊണ്ട് VPയുടെ ഇമേജിനല്ലേ കോട്ടം തട്ടാൻ പോകുന്നു. അറിഞ്ഞു വെച്ചോണ്ട് നമ്മൾ എന്തിനാ നമ്മുടെ ഇമേജ് നശിപ്പിക്കുന്നത്? പിന്നെ വാടക വീട്ടിലോട്ട് മാറാന്ന് വെച്ചാ ഡെപ്പോസിറ്റും വാടകയായിട്ട് കാശ് എത്ര ചെലവ്? അത്രയൊന്നും ചെലവാക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. അയ്യോ, കാശിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ ആരും കടിച്ചു തൂങ്ങാൻ നോക്കണ്ട. വാടകയും ചെലവൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അങ്ങനെയും ഓഫർ ഉണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മ. എന്നോട് ഇപ്പോഴാ പറഞ്ഞത്. അല്ല, എന്താണ് VPയുടെ ഉദ്ദേശം? കയ്യിലുള്ള കാശ് മുഴുവൻ ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങൾക്കായി ദൂരത്തടിച്ചു തീർക്കാന്നാ? അതെ, എന്റെ സർജറിക്കും തുടർന്നുള്ള ട്രീറ്റ്മെന്റിനുമായി എത്ര കാശ് ചെലവാന്നറിയോ? VPയുടെ ഒറ്റ ബലത്തിലാ ഞാൻ ഈ സർജറിക്ക് തയ്യാറാവുന്നത്. അതുകൊണ്ട് കയ്യിലുള്ള കാശൊന്നും വെറുതെ പാഴാക്കി കളയരുത് കേട്ടോ. നിർത്ത്. എന്താ നീ പറഞ്ഞ? നിന്റെ സർജറി എന്റെ കാശ് കൊണ്ടാവുന്നു? നടന്നു തന്നെ. നിന്റെ ഈ കോലം തുള്ളലിന് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് മുടക്കണമെന്നോ?
ആ മോഹങ്ങ് മറന്നു കളഞ്ഞേക്കണം. അതിനുവേണ്ടി ഒരു നയാ പൈസ എന്റെ അക്കൗണ്ടിൽ നിന്ന് വിട്ടു തരില്ല ഞാൻ. അതിന് ആരൊക്കെ എന്തൊക്കെ അടവെടുത്താലും. എങ്കിൽ ഞാനൊരു കാര്യം VP ചലഞ്ച് ചെയ്യുന്നു. എന്റെ സർജറിയുടെയും തുടർന്നുള്ള ട്രീറ്റ്മെന്റിന്റെയും മുഴുവൻ ചെലവും VPയുടെ അക്കൗണ്ടിൽ നിന്നാവും പോകുന്നത്. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ വഴിയെ ചെയ്തോളാം. എന്താ VPക്ക് ബെറ്റ് ഉണ്ടോ? ഈ മത്സരത്തിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ VP എനിക്ക് ഒന്നും തരണ്ട. മറിച്ച് ഞാൻ തോറ്റാ VP പറയുന്ന എന്തും ഞാൻ സമ്മതിക്കാം. എന്താ തയ്യാറുണ്ടോ? ഒന്ന് നിൽക്കണം. ബന്ധം ഒഴിയുന്ന കാര്യത്തിനെ ചൊല്ലിയും വാടക വീടിനെ പറ്റിയൊന്നും ഇനി ഒരു ചർച്ചയില്ല. ഇവിടെ അതിന്റെ പേരിൽ അമ്മയെ വിളിച്ചിങ്ങനെ കൂടെ കൂടെ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട. ഇവിടെ ഞങ്ങളെ സഹിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പകരം VP അങ്ങോട്ടെങ്കിലും മാറിക്കോ. ഞങ്ങൾക്കതിൽ ഒരു വിഷമവും ഇല്ല. ഡോക്ടർ എത്തിയല്ലോ. കേട്ടോ ടീച്ചറെ, ഞങ്ങൾ ഏതായാലും അധികം വളച്ചു കിട്ടുന്നില്ല. വന്ന കാര്യത്തിലേക്ക് കടക്കാം. ജോബിനിരിക്കെ. ജോബിന്റെയും മാളുവിന്റെയും വിവാഹം ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുമായിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാനാ ഞങ്ങൾ വന്നത്. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനെ? മാളുവിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നല്ലോ. നമ്മൾ അങ്ങനെയല്ലേ നേരത്തെ തീരുമാനിച്ചിരുന്നത്? അതെ, അന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്രയും നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്ന നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാ ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞങ്ങൾ നേരിട്ട് തന്നെ വന്നത്. അല്ല മുത്തശ്ശി, ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തിന് എന്താ കുഴപ്പം? കുഴപ്പം എന്താന്ന് ചോദിച്ചാ ഒരർത്ഥത്തിൽ പറഞ്ഞ കുഴപ്പങ്ങളേ ഉള്ളൂ മോനെ. നാട്ടുകാരുടെ വായ്മൂടി കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. ഇന്ദിരാമ ഇപ്പോഴും എങ്ങും തൊട്ടും തൊടാതെയാ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. എന്തും തുറന്നു പറയാലോ. ഇങ്ങനൊരു പ്രപ്പോസല് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന മുമ്പ് തുടങ്ങിയതാണല്ലോ, ജോബിനും ആളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ വീട്ടുകാർ തമ്മിൽ കല്യാണക്കാര്യം സംസാരിച്ചൊരു ധാരണയതിനു ശേഷം പിന്നെ അതിനകത്തൊരു റെസ്ട്രിക്ഷൻ വെക്കുന്നത് ശരിയല്ലല്ലോ. എന്താ അങ്കിൾ, ഞാനും മാളുവും ഒരുമിച്ച് പുറത്തു പോകുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ഏയ്, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. എന്നാലും പറഞ്ഞു വരുമ്പോ ഈ മുറുമുറുക്കുന്നവരും അടക്കം പറയുന്നവരും ഒക്കെ നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ തന്നെയാ. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നടക്കാൻ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി. കാര്യം ഇവരുടെ വിവാഹം വാക്കു പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണെങ്കിലും ഈ കാര്യത്തിൽ നിങ്ങളുടെ പേടിയും പരിഭ്രമവും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പരിഹരിക്കാൻ കല്യാണം ഉടനെ നടത്തിയേ പറ്റൂന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ അങ്കിൾ? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്തവര് പലതും പറഞ്ഞുണ്ടാക്കിയെന്നിരിക്കും. അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ നേരം കാണും. ജോബിന് എൻ്റെ ക്യാരക്ടർ അറിയാലോ. വേറെ എന്ത് കാര്യമായിരുന്നാലും ഞാനത് അവജ്ഞയോടെ തള്ളിക്കളയും. ഇതിപ്പോൾ മാളുവിൻ്റെ കാര്യമായിപ്പോയി. അത് മാത്രമല്ല ജോബിൻ, മാളുവിന് നേരത്തെ ഒരു പ്രപ്പോസൽ വന്നതും എൻഗേജ്മെന്റ് വരെ ഫിക്സ് ആയതും ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാലോ. ആ പയ്യനും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാളുവിനോട് വിരോധം തീർക്കാൻ നടക്കുക. ജോബിനറിയാലോ അവരെ. അവരുടെ ഭാഗത്ത് നിന്ന് പിന്നെ എന്തെങ്കിലും ശല്യം ഉണ്ടായോ അങ്കിൾ? ഏയ്, അങ്ങനെ എടുത്തു പറയത്തക്ക ശല്യമൊന്നും പിന്നീടുണ്ടായില്ല. എന്നാലും
നമ്മളൊന്ന് കരുതലോടെ ഇരിക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ടാ കല്യാണം ഉടനെ അങ്ങ് നടത്താമെന്ന് വെച്ചത്. എന്തു പറയുന്നു നിങ്ങൾ? എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതൊന്നും സീരിയസ് ആയിട്ട് എടുത്ത് ധൃതി കൂട്ടണ്ടെന്നാ. അത് ഡോക്ടർക്ക് പറയാം. പക്ഷെ ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ കാര്യത്തില് അങ്ങനെ കരുതി സമാധാനിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക്. മനുഷ്യന്മാര് തമ്മിലുള്ള വാക്കിന്റെ കാര്യ. നാളെ കാലത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരില്ലെന്ന് ആര് കണ്ടു? അപ്പോഴും നഷ്ടം ഞങ്ങൾക്കാണേ. 2 കല്യാണം ആലോചിച്ചിട്ട് അത് മുടങ്ങിയ ഒരു പെണ്ണിനെ ചുമ്മാ തരാന്ന് പറഞ്ഞാലും ഏതെങ്കിലും കുടുംബക്കാർ സ്വീകരിക്കൂ. അതുകൊണ്ടാ ഇനി ഈ കാര്യത്തിലൊരു അവധി വേണ്ടാന്ന് ഞങ്ങൾ വെച്ചത്. പിന്നെ ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല. അവളുടെ വകയ്ക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ നാളെ കല്യാണത്തിന് സമ്മതിച്ചാലും ഞങ്ങൾ റെഡിയാ. അല്ലേ മുരളി? അതെ. ശരിയാ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോഴാ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. മാളൂനൊരു ചീത്തപ്പേര് ഇവൻ കാരണം ഉണ്ടാവണ്ട. എല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ നിശ്ചയിച്ചു. അപ്പൊ പിന്നെ സൗകര്യം പോലെ ഞാൻ പോയി നേരം നോക്കാം, എന്നിട്ട് അറിയിക്കാം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി അങ്കിൾ. ആ ശരി എന്നാ. ശരി ശരി. വാമേ. ഇതൊരു ഷോർട്ട് നോട്ടീസ് കല്യാണമായി പോയോ മമ്മി? എന്തായാലും വേണ്ടില്ല. എന്റെ മോൻ കാരണം ഒരു പെങ്കൊച്ചിന് ചീത്തപ്പേര് വീഴാൻ പാടില്ല. അവർക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ വാ, ഞാൻ കഴിക്കാനെടുക്കാം. നീ രാവിലെ എവിടേക്കാ പോ? ഒന്ന് ജിമ്മിൽ പോയിട്ട് വരാമേ. വർക്കൗട്ട് മുടങ്ങിയിട്ട് കുറെ നാളായില്ലേ. എന്തു പറ്റി? നല്ല കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങാൻ. ഒന്നുമില്ല, ശരീരവും മനസ്സും ആദ്യം മുതലൊന്ന് ഉടച്ചു വാർക്കണം തോന്നി. നന്നായി. കുറച്ചു നേരമെങ്കിലും ഇവിടുത്തെ മടുപ്പിൽ നിന്ന് നിനക്കൊന്ന് മാറി നിൽക്കാമല്ലോ. പോയിട്ട് വാ. ഉം. അമ്മേ, അമ്മേ. എന്താ പൂ, നീ പോയില്ലേ? ഇവിടെ ഇരുന്ന എന്റെ ബുള്ളറ്റ് അവിടെ. ബുള്ളറ്റ് അവിടെ ഇല്ലേ? ഇല്ലാത്തോണ്ടല്ലേ ചോദിച്ചത്. വർക്ക്ഷോപ്പിൽ നിന്ന് റിപ്പയർ ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചതാണല്ലോ. പിന്നെ അതെവിടെ പോയി? അപ്പൂന്റെ ബുള്ളറ്റ് എവിടെ? എന്റെ ബുള്ളറ്റ് എവിടെയെന്നാ ചോദിച്ചേ. ഇവിടെ ഇരുന്ന ബുള്ളറ്റിന്റെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അത് വിറ്റുപോയി. വിറ്റെന്നോ? അതെന്തിനാ വിറ്റ് കളഞ്ഞത്? ഇവിടെ അത് കേടായി ആർക്കും വേണ്ടാതിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് മൊബൈൽ ആപ്പിലൂടെ സെയിലിന് വെച്ചു. 3-4 പേര് ആവശ്യക്കാരായി വന്നു. കൂട്ടത്തിൽ സാമാന്യം നല്ല വില പറഞ്ഞൊരു പാർട്ടിക്ക് അത് കൊടുത്ത് കച്ചവടാക്കി. ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്ന ബുള്ളറ്റ് എന്റെ അനുവാദം ഇല്ലാതെ വിൽക്കാൻ ആര് പറഞ്ഞു? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ബുള്ളറ്റ് എന്റെ അനുവാദം ഇല്ലാതെ വിറ്റത് എന്തിനാന്ന്?
എക്സ്ക്യൂസ് മീ, അപൂർവ എന്ന വ്യക്തിയുടെ പേരിൽ ഓണർഷിപ്പുള്ള ഒരു ബുള്ളറ്റും ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. സമ്മതിച്ചു. വണ്ടിയുടെ രജിസ്ട്രേഷൻ വിജയ് പണിക്കരുടെ പേരിലാണ് എന്ന് കരുതി ആ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാനല്ലേ? അപ്പൊ അത് വിൽക്കുമ്പോ അത് പറയാനുള്ളൊരു സാമാന്യ മര്യാദ കാണിക്കണം. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അത് അമ്മയെങ്കിലും അറിയിക്കായിരുന്നു. ഇത് ഭയങ്കര ചീപ്പായി പോയി. ശരിയാ, നിങ്ങൾക്കത് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? എന്തിന്? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ലേ? ആനയെ കൊണ്ടു നടക്കുന്നത് പാപ്പാമാരാണെന്ന് കരുതി അതിന്റെ ഉടമസ്ഥന് അതിനെ വിൽക്കണം തോന്നുന്നു വിൽക്കാം. പാപ്പാന്റെ സമ്മതത്തിനോ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാറില്ല. അതുപോലെ തന്നെയാ ഇതും. കൊണ്ടു നടന്നവരുടെ അനുവാദവും ഔദാര്യവും ഒന്നും വേണ്ട ഉടമസ്ഥന് വണ്ടി വെക്കാൻ. വലിയ വകുപ്പ് ന്യായമൊക്കെ അറിയാവുന്നവർക്ക് ഇത്ര ചെറിയ കാര്യം പോലും അറിയില്ലേ? കഷ്ടം. സാരമില്ല അപ്പൂ, നമുക്ക് വേറൊന്ന് വാങ്ങാം. എൻ്റെ FD-ന്ന് ലോൺ എടുക്കാം. വേണ്ടമ്മേ, ഇനി എനിക്കതിന്റെ ആവശ്യമില്ല. ബീബി പറഞ്ഞത് ശരിയാ. ഉടമസ്ഥൻ അത് വിൽക്കാൻ ഉപയോഗിച്ചവന്റെ അനുവാദം വേണ്ട. അപ്പൂ, നീ എങ്ങനെ പോവും? ഏതായാലും ഇറങ്ങിയതല്ലേ, ഒന്ന് നടന്നിട്ട് വരാം. അമ്മ നോയിക്കോ, ഇതിന് പകരം നല്ല ഒന്നാന്തരം പണി ഞാൻ വീപ്പിക്ക് കൊടുക്കും. ദേ, നീ ഇനി അതിനൊന്നും നിൽക്കണ്ട, വേറൊന്ന് വാങ്ങിയാ പോരെ വെറുതെ. നോ മാളു, ഈ കാര്യത്തിൽ ഇനി തന്റെ വീട്ടുകാരെ എത്ര നിർബന്ധം പിടിച്ചാലും ഞാൻ എന്റെ നിലപാടിൽ വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് താൻ അവരെ ഇപ്പോഴേ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അല്ലെങ്കിൽ കാര്യത്തോട് അടുക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും അതൊരു പ്രശ്നമായി വരും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാ നമ്മൾ തമ്മിൽ നേരത്തെ തന്നെ ഒരു ധാരണയിലെത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ഹലോ, ഞാൻ പറയുന്നതെല്ലാം താൻ കേൾക്കുന്നുണ്ടോ? പിന്നെ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് പറയാനാ? ഡോക്ടറുടെ ഇഷ്ടവും താല്പര്യവും പറഞ്ഞതുപോലെ എന്റെ വീട്ടുകാർക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങളും താല്പര്യമൊക്കെ. ആകെയുള്ളൊരു മോളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന് അവരാഗ്രഹിച്ച അതിനവരെ തെറ്റ് പറയാൻ പറ്റുമോ? നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതുകൊണ്ട് മാളുവും തന്റെ വീട്ടുകാരും എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറയാദ്യം. നല്ല രീതിയിൽ കല്യാണം നടത്തുകയെന്ന് വെച്ചാ അതിന് ഞാൻ പറഞ്ഞിട്ട് വേണോ മനസ്സിലാക്കാൻ? ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിച്ച് അവർക്കൊരു നേരത്തെ ആഹാരമൊക്കെ കൊടുത്ത് നാട്ടുനടപ്പനുസരിച്ചുള്ള കല്യാണം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചു വരുത്തി ആഹാരം കൊടുക്കുന്നത് മാത്രമല്ലല്ലോ നാട്ടുനടപ്പ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കല്യാണം തന്നെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ ഇവന്റ് അല്ലേ? പിന്നെ സേവ് ദ ഡേറ്റ്, പ്രീ വെഡിങ് ഷൂട്ട്, പോസ്റ്റ് മാരേജ് ഷൂട്ട്, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വിഭവസമൃദ്ധമായ വിരുന്നൂട്ട്, പിന്നെ സെൻട്രലൈസ്ഡ് AC ഹാളിൽ അക്ഷരാർത്ഥത്തിൽ പൊന്നിൽ കുളിച്ചൊരു കല്യാണ പെണ്ണ്, സെലിബ്രിറ്റീസ് അടങ്ങുന്ന വൻ അതിഥികളുടെ ഒരു നിര. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു നാട്ടുനടപ്പ്. അതൊന്നും എന്റെ താല്പര്യത്തിൽപ്പെടുന്ന കാര്യമല്ല. ഞാൻ സമ്മതിക്കേയില്ല. ഡോക്ടർ ഇങ്ങനെയൊക്കെ വാശി പിടിച്ചാലോ?